ആലപ്പുഴ ചെറുതനയിലെ 6 പേരെ ആക്രമിച്ച തെരുവ് നായയ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. നായയുടെ ജഡം തിരുവല്ല മാഞ്ഞാടിയിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ എന്താണ് മനീഷ്? റിജിത്ത, അതായത് മിനിഞ്ഞാന്ന് രാത്രി മുതലാണ് ഒരു നായ ഒരു പ്രദേശത്തെ ആളുകളെ മുഴുവൻ ആക്രമിക്കുന്നത്. അങ്ങനെ 6 പേർക്ക് കടിയേറ്റു. 12 വയസ്സുകാരി മുതൽ 67കാരിക്ക് വരെ ഈ നായയുടെ കടിയേറ്റിരുന്നു. ഒരു ഗർഭിണിയായ ആടിൻ്റെ മൂക്ക് ഈ തെരുവ് നായ കടിച്ചു പറിക്കുകയും ചെയ്തു. ഒരാളുടെ വീട്ടിൽ നിന്നും പശുവിനെ വരെ നായ കടിച്ചു. അങ്ങനെ വളർത്തുമൃഗങ്ങളെ ആളുകളൊക്കെ തന്നെ വ്യാപകമായി കടിച്ചു. ഇന്നലെ രാവിലെ പക്ഷേ ഈ നായ ചത്ത നിലയിൽ കണ്ടതോടെയാണ് ആളുകൾക്ക് പരിഭ്രാന്തി ഉണ്ടായത്. അങ്ങനെ തിരുവല്ല മഞ്ഞാടിയിലെ പക്ഷി നിരീക്ഷണ ലാബിൽ നടത്തിയ പരിശോധനയിൽ നായയ്ക്ക് ഇത്തരത്തിൽ പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം ഈ തെരുവുനായ ആക്രമണം നേരിട്ട മുഴുവൻ ആളുകൾ, അതായത് കടിയേറ്റ 6 പേർ അടക്കം ഈ ചെറുതായി ഉള്ള ആക്രമണം ഏറ്റ ആളുകളെല്ലാം തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് എത്തി റേബിസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിലവിൽ രോഗികൾക്ക് കൊടുക്കുന്ന ഈ പേവിഷബാധയ്ക്കുള്ള റേബിസ് വാക്സിൻ തീർന്നു എന്നാണ് അവിടെ അറിയാൻ കഴിയുന്നത്. സ്റ്റോക്ക് തീർന്നു എന്നാണ്. 1700 രൂപ മുതൽ 4000 രൂപ വരെ കയ്യിൽ നിന്ന് മുടക്കി പുറത്തെ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഈ വാക്സിൻ എടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ചെറുതന പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ തോതിൽ തെരുവുനായാക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ തകഴിയിൽ പേവിഷബാധ വന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായത്. മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴ ആറാട്ടുപുഴയിലായിരുന്നു വയോധികയെ, വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന വയോധികയെ തെരുവുനായ കടിച്ച് കൊന്ന സംഭവം ഉണ്ടായത്. അങ്ങനെ ആലപ്പുഴയിൽ പല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടനാട് അടക്കമുള്ള 6 പേർക്കും വളർത്തുമൃഗങ്ങൾക്കും ഈ നായയുടെ കടിയേറ്റിട്ടുണ്ട്. ആ നായക്കാണ് ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നായ ചത്തതിന് പിന്നാലെ നാട്ടുകാർ ആശങ്കയിലാണ്.